സുഹൃത്തുക്കളെ, ഓർമ്മകളുടെ കടവത്ത് എന്ന പരിപാടി 2024 പരിപാടി ഇതാ ആരംഭിക്കുകയായി. എല്ലാവരും അക്ഷമേറി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ പരിപാടി ഉദ്ഘാടനം കേൾക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വരാം, പക്ഷേ ഒരുപാട് സമയം എനിക്ക് ഇരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അത് അവർ പറഞ്ഞ ടീച്ചർ വന്നിട്ട് പോരേന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നതല്ലേ, ഞാൻ വരത്തില്ലായിരുന്നു. എന്നാലും കഷ്ടപ്പെട്ടു വന്നാലും എന്നുള്ളതുകൊണ്ട് നമ്മളിവിടെ 4 പീരീഡാണ് ഉച്ചയ്ക്ക് മുമ്പ് നമ്മൾ നടത്താൻ പോകുന്നത്. അസംബ്ലി കഴിഞ്ഞു, അതിനുശേഷം 4 പീരീഡ്. ആദ്യത്തെ പീരീഡാണത്. ഇത് കഴിഞ്ഞാൽ നമുക്ക് കാപ്പി ചായ കഴിക്കണം. ഇൻ്റർവെൽ സമയമാണ്. ഇൻ്റർവെല്ലിൽ ബെല്ലടിച്ചാൽ നമ്മൾ പോയി ചായ കഴിക്കണം. തിരിച്ച് വീണ്ടും ഇവിടെ വന്നിരിക്കണം. ആ സമയത്ത് നമുക്ക് ഇവിടുത്തെ ഇവിടെ നമ്മളൊക്കെ പഠിപ്പിച്ച റിട്ടയർ ചെയ്ത അധ്യാപകരെ നമ്മൾ ആദരിക്കണം. അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്, ഒരുപാട് പ്രായമുള്ള പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. 70-80 അടുത്ത പ്രായമുള്ള വിദ്യാർത്ഥികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരെയൊക്കെ നമുക്ക് ആദരിക്കണം. അതുകൊണ്ട് സമയം പാലിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്തതായി നമ്മൾ സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് കൗൺസിലർ, നമ്മുടെ ഈ കമ്മിറ്റിയുടെ അംഗവും കൂടിയാണ്, സജീവ സാന്നിധ്യമാണ്, പ്രിയപ്പെട്ട ബാബുവിനെ ആദരവ് ക്ഷണിക്കുന്നത്. ഈ സരസ്വതി ക്ഷേത്രത്തിന് ഇതേപോലുള്ള മഹാസംഗമത്തിന് വേദിയൊരുക്കാൻ നമ്മുടെ വാർഡ് കൗൺസിലർ ബാബുവേട്ടൻ, അതുപോലെ ഈ സംഗമം ഇത്രയും ഭംഗിയായി നടത്താനായിട്ട് പ്രയത്നിച്ച എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും, കുറേ പേര് നമ്മുടെ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്, പിന്നെ എല്ലാം സദസ്സിലിരിക്കുന്ന എൻ്റെ എല്ലാ അധ്യാപകരും, അതുപോലെ തന്നെ മറ്റു എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ ഒരിക്കൽ കൂടി നന്ദിയോടെ സ്മരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇങ്ങനൊരു ചാനൽ. നമസ്കാരം. ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും പൂർവ്വ സംഘടനാ കൂട്ടായ്മയുടെ പേരിൽ ആശംസകൾ അറിയിക്കാൻ എനിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീമാൻ കൂടിയായ സൽമതയെ നല്ലൊരു കയ്യിലൊരുകൂടി സ്വീകരിക്കുന്നു. അടുത്തതായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മഹാസംഗമത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ സ്കൂളിൽ നിന്നാണ് ഞാൻ എൻ്റെ കലാജീവിതം തുടങ്ങുന്നത്. ഇതിന് ഏറ്റവും പിന്നില്ല നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, കുറേ കളി ശരികളൊക്കെ ഉണ്ട്, പിന്നീടാവാം. ഒരിക്കൽ കൂടെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. വേദിയിലും സദസ്സിലുമുള്ള ഗുരുക്കന്മാരെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, സഹപാഠികളെ, ഒറ്റവാക്കിൽ ആശംസകൾ. നമ്മളാക്കിയ വിദ്യാലയത്തിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടിയ സംഘാടകർക്കും ദൈവത്തിനും നന്ദി. ഒരു മഹാനായ മനുഷ്യനോട് ഒരാൾ ചോദിച്ചത്ര, ഒരു മഹാനായ പണ്ഡിതൻ ചോദിച്ചത്ര, നിങ്ങളുടെ ഗുരുവിനെയും അതുപോലെ തന്നെ ദൈവത്തെയും ഒരുമിച്ച് കണ്ടുമുട്ടിയാൽ ആരെയാണ് ആദ്യം വന്ദിക്കുക? ആ മഹാനായ മനുഷ്യൻ പറഞ്ഞു അത്ര, ഞാൻ എൻ്റെ ഗുരുനാഥനെയാണ് ആദ്യം അവരെ ബഹുമാനിക്കുക, ആദരിക്കുക. ഗുരുവിനെയും ദൈവത്തെയും ഒരുമിച്ച് കണ്ടുമുട്ടിയാൽ ആരെ ആദരിക്കും, ആരെ ആദ്യം ബഹുമാനിക്കും എന്ന ചോദ്യത്തിന് ആ മഹാമനുഷ്യൻ പറഞ്ഞത്, ഞാൻ എൻ്റെ അധ്യാപകനെ അല്ലെങ്കിൽ അധ്യാപികയാണ്, ഗുരുവിനെയാണ് ആദ്യം ബഹുമാനിക്കുക. കാരണം എന്ന് ചോദിച്ചപ്പോൾ ആ മഹാമനുഷ്യൻ പറഞ്ഞു അത്രേ, ഇത് ദൈവമാണെന്ന് എന്നെ പഠിപ്പിച്ചു തന്നത് എൻ്റെ ഗുരുവാണ്, ഇത് അമ്മയാണെന്ന് പഠിപ്പിച്ചു തന്നത് എൻ്റെ ഗുരുവാണ്, ഇത് അച്ഛനാണെന്ന് പഠിപ്പിച്ചു തന്നത് എൻ്റെ ഗുരുവാണ്, ഇത് ഈ ലോകമാണെന്ന് പഠിപ്പിച്ചു തന്നതും വെളിച്ചമാണെന്ന് പഠിപ്പിച്ചു തന്നതും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ പഠിപ്പിച്ചു തന്നതും ഈ ദൈവത്തെ പോലും പഠിപ്പിച്ചു തന്നത് എൻ്റെ ഗുരുവാണ് എന്ന് പറഞ്ഞ ആ മഹാമനുഷ്യയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മുടെ ഗുരുക്കന്മാരെ ആദരിക്കണം, ബഹുമാനിക്കണം, അവരെ സ്നേഹിക്കണം, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അതിനുള്ള വേദി, ഇതിനേക്കാൾ വലിയൊരു വേദി ഇല്ല. വാദ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇങ്ങനെ 5 വിദ്യാലയങ്ങൾ ഞാൻ പഠനത്തിലെങ്കിലും എനിക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ്. കുട്ടികളായിട്ട് അച്ഛനൊക്കെ ഉള്ളിൽ കയറിയിരിക്കെ, ക്ലാസ്സിൽ കയറിയിരിക്കെ. ഈ വേദിയിലെ
കൺവീനർ, ചെയർമാൻ, മറ്റു സംഘാടകരെ, വേദിയിൽ സംഘടിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ, സദസ്സ് ധന്യമാക്കി തന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി, നമ്മുടെ സഹപാഠികളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വേദിയിലും സദസ്സിലുമുള്ള ഗുരുജനങ്ങളെ ഞാൻ പറഞ്ഞ രക്ഷിതാക്കൾ വളരെ കൃത്യനിഷ്ഠയോടുകൂടിയാണ് ഈ പരിപാടി നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. കൃത്യം 11 മണിക്ക് ഇത് അവസാനിപ്പിക്കണം. അത് കഴിഞ്ഞാൽ അടുത്ത പീരീഡ് ആരംഭിക്കുകയാണ്. ഒട്ടനവധി ഈ പരിപാടിയുടെ പേര് തന്നെ ഓർമ്മകളുടെ കടമത്തിൽ നിന്നാണ്. ഇവിടെ വന്നിരിക്കുന്നവർക്കെല്ലാം കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടായിരിക്കും. അതെല്ലാം അടുത്ത പീരീഡിൽ ഇന്നത്തെ മാമാങ്കത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ, ഞാൻ സ്ഥലത്തിൻ്റെ ഒരു യാത്രയിലാണ്. പിന്നെ അതിൻ്റെ സംഘാടകരൊക്കെ ഇന്നലെയും വിളിച്ചിരുന്നു. ഞാൻ വരാൻ ദോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. എല്ലാവരുടെ ആശംസകളും വേണ്ടി KV ഹംസ സാഹിബിനെ ക്ഷണിക്കുന്നു. ഏലിയാമ്മ ടീച്ചർക്കുള്ള ആദരം നൽകുന്നതിന് വേണ്ടി പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ KV ഹംസയെ സ്വാഗതം ചെയ്യുന്നു. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ടീച്ചറെയും ആദരം നൽകുന്നു. KV ഹംസ സാഹിബ് അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ടീച്ചർ. ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ജോയ്സ് ടീച്ചറെ ക്ഷണിക്കുന്നു. സദസ്സിൽ നിന്നും നിറഞ്ഞ കയ്യലുകളോടുകൂടി നമുക്ക് അവരെ സ്വീകരിക്കാം. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ജോയ്സ് ടീച്ചറെയും നൽകുന്നതിന് വേണ്ടി താഹയെയും ആദരവോടുകൂടി നിറഞ്ഞ കയ്യലുകളോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ അപൂർവ നിമിഷത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു നവ ദമ്പതികളാണ് അവർ. ഈ അപൂർവ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ഓർമ്മകളുടെ കടമത്തിൽ നിറഞ്ഞ കയ്യലോടുകൂടി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. സ്നേഹാദരം അത് നൽകുന്നതിന് വേണ്ടി ശ്രീമാൻ മുഹമ്മദ് കുട്ടി സി. അടുത്തതായി സ്വാഗതം ചെയ്യുന്നു. സദസ്സിൽ നിന്ന് നിറഞ്ഞ കയ്യലുകളാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ പൂർവ്വ അധ്യാപകർക്കുള്ള സ്നേഹാദര ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അടുത്തതായി താങ്ക് യു സോ മച്ച്. സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മളെ ഒരു ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന മറ്റൊരു സെഷനാണ്. ഈ വിദ്യാലയത്തിൽ നമുക്ക് മുമ്പേ പഠിച്ചിറങ്ങിപ്പോയ ഒരുപാട് ഓർമ്മകളുടെ കടമത്ത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരുപാട് എല്ലാവരും നിറഞ്ഞ കയ്യടികൾ നൽകേണ്ടതാണ്. ശ്രീമാൻ ഹസൻ കാലകൽ ഈ പരിപാടിയുടെ ചെയർമാൻ രഞ്ജിത്ത് പി പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. ശ്രീമതി സൈനബാബിയൊക്കെ ആദരിക്കുന്നു. അടുത്തതായി ഈ വേദിയിൽ ആദരിക്കുമ്പോൾ ശ്രീമതി സരസ്വതി അമ്മ ഒതളൂർ. താങ്ക് യു സോ മച്ച്. നിറഞ്ഞ കയ്യടികൾ സമ്മാനിക്കുക. ഒരു ചരിത്ര മുഹൂർത്തത്തിലൂടെ സാക്ഷ്യം വഹിക്കുകയാണ്. അടുത്തതായി ഇളയടത്ത് കുമാരേട്ടൻ ആദരിക്കുന്നതിന് വേണ്ടി നല്ലൊരു കയ്യടി സമ്മാനിക്കുക.
അടുത്തതായി കെ വി ബാവക്കയെ ആദരിക്കുന്നത് ശ്രീമാൻ ഭാസ്കരേട്ടനെ ആദരിക്കുന്നതിന് വേണ്ടി ഷീബ. നല്ലൊരു കൈയടി സമ്മാനിക്കുക. നമ്മുടെ പ്രോഗ്രാമിന്റെ ചെയർമാൻ കൂടിയായ പങ്കജാക്ഷി അമ്മയെ സ്നേഹാദരവ് നൽകുന്നു. അടുത്തതായി താങ്ക് യു സർ. ഉമ്മകുൽസവർക്കുള്ള ആദരമാണ് ഇപ്പോൾ നടക്കുന്നത്. ശ്രീമതി ശൈലജ പൊന്നാടി അണിയിച്ച് ആദരിക്കുന്നു. രേഖയെയും അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വിജയമ്മയെയും ക്ഷണിക്കുന്നു. നല്ലൊരു കൈയടി നൽകുന്നു. അടുത്തതായി ചന്ദ്രമോഹൻ മാഷിക്കുള്ള സ്നേഹാദരമാണ്. അത് നൽകുന്നതിന് വേണ്ടി ശോഭടി വീണ്ടും ഒരു നവദമ്പതികൾ. താങ്ക് യു സോ മച്ച്. എത്തിച്ചേർന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നിലവിലുള്ള അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങാണ് അടുത്തത്. ശ്രീമതി പ്രീത ടീച്ചറെ ആദരിക്കുന്നതിന് വേണ്ടി നിസാർ പ്രീത ടീച്ചർ അടുത്തതായി ആദരിക്കുന്നത്. നല്ലൊരു കൈയടി സമ്മാനിക്കാം. ശ്രീമതി കുഞ്ഞുമോളുമായി ആദരിക്കുന്നു ശ്രീമതി നസീമ. അടുത്തതായി നമ്മുടെ കൗൺസിലർ കൂടിയായ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി അലി. അടുത്തതായി അവർക്ക് വേണ്ടി നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ആദരിക്കുന്ന വേദിയാണ്. ഇങ്ങനെ ഒരു വേദി ഇനി ചരിത്രത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ചരിത്ര നിമിഷമാണ് ഇവിടെ നടക്കുന്നത്. ക്ഷണിക്കുന്നു. നല്ലൊരു കയ്യടി സമ്മാനിക്കുക. താങ്ക് യു സോ മച്ച്. ഷീജ ടീച്ചർ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സുമയ ടീച്ചറെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ശ്രീമതി സിജി ടീച്ചർക്കുള്ള സ്നേഹാദരം നൽകുന്നത് ശ്രീമതി നദീറ. നല്ലൊരു കൈയടി സമ്മാനിക്കാം. അടുത്തതായി താങ്ക് യു സോ മച്ച്. ശ്രീമതി സണ്ണി ടീച്ചർക്കുള്ള സ്നേഹാദരമാണ്. അത് നൽകുന്നതിന് വേണ്ടി ഈ ചരിത്ര മുഹൂർത്തത്തിൽ സാക്ഷ്യം വഹിക്കുന്നത് അത് നൽകുന്നതിന് വേണ്ടി ഇതാ സമ്മാനിക്കുന്നു. നമുക്ക് ഭക്ഷണം വിളമ്പി തന്ന അമ്മയുടെ കരുതലോടെ ഇതാ ശ്രീമതി ശ്യാമള ചേച്ചി അവർക്ക് സമ്മാനിക്കുന്നു. ശ്രീമതി ശ്യാമള അവരുടെ അച്ഛനെയും ഈ വേദിയിൽ ഞങ്ങൾ സ്മരിക്കുകയാണ്. നല്ലൊരു കൈയടി അവർക്ക് വേണ്ടി സമ്മാനിക്കുക. നല്ലൊരു കയ്യടി സമ്മാനിക്കാം. ഈ ചരിത്ര മുഹൂർത്തത്തിൽ സാക്ഷികളാകാനെത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അദ്ദേഹം റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ഈ രാജ്യത്തിന്റെ എല്ലാവിധ ഭാവുകങ്ങളും ഞങ്ങളുടെ എല്ലാവരുടെയും കടപ്പാടുകളും അറിയിക്കുന്നു. അടുത്തതായി സ്നേഹാദരം അറിയിക്കുന്നു
സുഹറാവർക്ക് ദേവി ഹൈറുനിസ സ്നേഹാദരം നൽകുന്നു, പൊന്നാട അണിയിക്കുന്നു. നല്ലൊരു കയ്യടി സമ്മാനിക്കാം. അടുത്തതായി ഷാജൽ, നല്ലൊരു കയ്യടി സമ്മാനിക്കാം. ഇന്നത്തെ നമ്മുടെ സ്കൂൾ ലീഡർ കൂടിയാണ് അദ്ദേഹം. താങ്ക് യു സോ മച്ച്.